ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റിലേക്ക് കിടക്കാം. ഇന്ന് മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരുന്നു. GSTയുടെ പുതിയ നയങ്ങൾ മാർക്കറ്റിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്റ്റീൽ സെക്ടേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് നിഫ്റ്റി ഒരു 135 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ വന്നത്. മറ്റുള്ള സെക്ടേഴ്സ് സപ്പോർട്ട് ചെയ്തു. സ്റ്റീൽ സെക്ടേഴ്സ് ആയിരുന്നു മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇതിൻ്റെ അടുത്ത് നടത്തിയത്. നിഫ്റ്റി 50 ഇന്ന് 24,715 ക്ലോസ് ചെയ്തപ്പോൾ 135 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് 406 പോയിൻറ്റ്സ് വരുന്ന 54,067 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് 57,345 ക്ലോസ് ചെയ്തപ്പോൾ 368 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 157 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 17,748 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് 10.93 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 409 പോയിൻറ്റ്സ് ഉയർന്ന് 80,567 ക്ലോസ് ചെയ്തത്. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്നും 2,495 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII സെല്ലിംഗ് തുടരുകയാണ്. 1,666 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റലാണ് ഇന്ന് നല്ല റാലി നമുക്ക് കാണാൻ സാധിച്ചത്. എബോവ് 3% റാലി നടത്തി. മറ്റുള്ള നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് ഇന്ന് എബോവ് 1% റാലി കാണാൻ സാധിച്ചു. നിഫ്റ്റി ഓട്ടോ 25,775 ക്ലോസ് ചെയ്തപ്പോൾ 190 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 34,626 ക്ലോസ് ചെയ്തപ്പോൾ 136 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 159 പോയിൻറ്റ്സ് വരുന്നു 25,732 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 162 പോയിൻറ്റ്സ് വരുന്നു 56,969 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,496 ക്ലോസ് ചെയ്തപ്പോൾ 154 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 22 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 8985 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT എന്ന് 262 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് കണ്ടത്. 35,474 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ 1621 ക്ലോസ് ചെയ്തത്. 0.65 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ എന്ന് 292 പോയിൻറ്റ്സ് വന്ന് 9676 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,029 ക്ലോസ് ചെയ്തപ്പോൾ 26 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 239 പോയിൻറ്റ്സ് വന്ന് 21,959 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 6920 ക്ലോസ് ചെയ്തപ്പോൾ 70 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി എന്ന് 3 പോയിൻറ്റ്സ് വരുന്ന 889 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,884 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 894 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ 2024 സെപ്റ്റംബർ 25,810 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,715 നിൽക്കുമ്പോൾ 2.06 ലോസ് ആണ് കഴിഞ്ഞ 12 മാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ ജനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,715 നിൽക്കുമ്പോൾ 4.09% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,625 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,579 ക്ലോസ് ചെയ്തു. വെൻസ്ഡേ ഇന്ന് 24,715 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച 288 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. 1.18% ഉയർച്ച ഉണ്ടായി. ഗെയിനേഴ്സും ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീൽ ഇന്ന് 5.96% റാലി നടത്തി. ഇത് മെറ്റൽ സെക്ടേഴ്സിൽ നിന്നുള്ളതാണ്. ഇൻഡൽകോ 3.02% റാലി നടത്തി. JSW സ്റ്റീൽ 2.94%, കോൾ ഇന്ത്യ 2.45%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 2.21%, ടൈറ്റാൻ 1.86%, M&M 1.65%, ഇറ്റേണൽ 1.21%, SBIN 1.13%, ടാറ്റ മോട്ടോഴ്സ് 1.08% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫി 1.25% ഫോളോ നടത്തി. നെസ്ലെ ഇന്ത്യ 0.72%, HDFC ലൈഫ് 0.70%, വിപ്രോ 0.55%, NTPC 0.54%, TCS 0.37%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.26%, ടെക്കം 0.26%, and SBI ലൈഫ് 0.25%, and പവർ ഗ്രിഡ് 0.24% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇത് ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ 4 സെപ്റ്റംബർ നാളെ USA വരുന്നുണ്ട്. അതുപോലെ തന്നെ USA ISM നോൺ ഫാക്ചറിംഗ് PMI ഡേറ്റ നാളെ വരുന്നുണ്ട്. UK S&P ഗ്ലോബൽ കൺസ്ട്രക്ഷൻ PMI ഡേറ്റ നാളെ വരുന്നുണ്ട് 4 സെപ്റ്റംബറിന്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം.
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.